ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും ഒരു പ്രൈസലോടൊക്കെ പറയാൻ തുടങ്ങിയാലും ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരോടും ക്രിസ്തു യേശുവിലുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും അതുപോലെ നന്ദിയെയും ബഹുമാനത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസേഴ്സ് ആണല്ലോ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. കീ സ്പോൺസർ ഇന്ന് വൈപ്പിന് ഇന്ന് ഒലിവിയ ആൻഡ് ഒലീന ആണ്. ഇന്ന് മാതാപിതാക്കളായ ജോസ് ജോർജിൻ്റെയും റീന ജോർജിൻ്റെയും 27ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ്, ഹാപ്പി ആനിവേഴ്സറി ബ്രദർ ജോസ് ആൻഡ് റീന. കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിൽ അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സാണ് അവർ. കർത്താവ് ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. കർത്താവെ, സ്വർഗീയമായ വഴികൾ, ദൈവികമായ നന്മകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അടുത്തത് മലപ്പുറത്ത് നിന്ന് റോഷൻ ആൻഡ് റോജിനാണ്. അവർക്ക് രണ്ടുപേർക്കും ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് രണ്ടുപേരുടെയും ജോലിയിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ദൈവികമായ ആരോഗ്യവും സംരക്ഷണവും ഉണ്ടാകട്ടെ. അവർ രണ്ടുപേരും ആത്മീകമായി വളരട്ടെ. അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാകട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നലെ കേട്ട സന്ദേശമുണ്ട് അല്ലെ, ഹൗ ടു ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന തെറ്റായ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവായ സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവത്തെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ ആയിത്തീരാം എന്ന് പറയുന്ന ആ സന്ദേശത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ചിലരൊക്കെ ഈ മോർണിംഗ് ഗ്ലോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നേരത്തെ എഴുന്നേറ്റ് കാത്തിരിക്കുന്നവരെനിക്കറിയാം. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഹൗ ടു ലിവ് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ എ നെഗറ്റീവ് സർക്കംസ്റ്റൻസ്. വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു നല്ല പോസിറ്റീവ് മനോഭാവത്തോടുകൂടെ ജീവിക്കാം, അക്കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ നെഗറ്റീവായൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ജനിച്ച് വളർന്ന് മുന്നിലേക്ക് വന്നത്. നിങ്ങൾക്ക് എൻ്റെ കഥ അറിയാം. എൻ്റെ ഫാദർ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അങ്ങനെയുള്ളൊരു ഭവനത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. യാതൊരുവിധ സ്വസ്ഥതയോ ഒരു സമാധാനമോ വീട്ടിനകത്തില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജപ്തി, മറ്റു കടബാധ്യതകൾ, വല്ലാത്ത രീതിയിലുള്ള ഞെരുക്കങ്ങൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് വളർന്നത്. നല്ലൊരു ഭവനമില്ല, ഇലക്ട്രിക് കണക്ഷൻ ഇല്ല, മണ്ണെണ്ണ വിളക്കിൽ പഠിക്കുന്നു, നല്ല വസ്ത്രങ്ങളില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ കർത്താവിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അതേ അവസ്ഥയിൽ തുടരേണ്ടി വന്നില്ല. ദൈവം മാറ്റങ്ങൾ വരുത്തി. എനിക്ക് എൻ്റെ പിതാവിൻ്റെ പാത പിൻപറ്റി ഒരു മുഴുക്കുടിയനായി മദ്യപാനിയായി ആ നാട്ടിൽ ജീവിക്കാമായിരുന്നു. എന്നാൽ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു. അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ചിന്തിച്ചു. ഞാൻ എടുത്ത തീരുമാനമാണ്, ആ വഴിക്ക് ഞാൻ പോവില്ല. ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കും, ദൈവവചനത്തിൻ്റെ വഴിയിൽ ജീവിക്കും. വളരെ മോശമായ സാഹചര്യത്തിൻ്റെ നടുവിലും പഠിക്കാൻ ഞാൻ ശ്രദ്ധ കാണിച്ചു. എൻ്റെ പഠനം അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല, എൻ്റെ ഭാവി കളയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളിലും ദൈവകൃപയാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇതെൻ്റെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകരുടെ, ഇതിനേക്കാൾ വളരെ ഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു സ്ലമ്മിൽ ജനിച്ചു വളരുന്നവർ, ആദിവാസികളുടെ ഇടയിൽ ജനിച്ചു വളരുന്നവർ, അതല്ലെങ്കിൽ നല്ലൊരു കിടപ്പാടമില്ലാതെ, നല്ല സാഹചര്യങ്ങളില്ലാതെ, ഒരു സപ്പോർട്ടീവായി ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കളക്ടേഴ്സ് ആയവർ, വലിയ വലിയ അവസ്ഥകളിലെത്തിയവർ ഒക്കെ നമുക്കറിയാം. നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, രാമേശ്വരത്ത്. അവിടെ വളരെ 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 പരിതാപകരമായൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്.
ഞങ്ങൾ പോയ സമയത്ത് ആ വീടൊന്ന് പണിതിട്ടുണ്ട്, പക്ഷേ അപ്പോഴും ഒന്നും പൂർത്തിയാകാത്ത പോലെ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറാൻ അബ്ദുൽ കലാമിനിടയായതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ വളരെ മോശമായിരിക്കാം. മാതാപിതാക്കളുടെ ഒരുപക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ല, പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് തരുന്നില്ല. നിങ്ങൾക്കൊരു നല്ല ആഗ്രഹമുണ്ട്, അതിനൊരു സപ്പോർട്ട് തരുന്നില്ല. നിങ്ങളുടെ സിബ്ലിങ്സ്, കൂടപ്പിറപ്പുകൾ, സഹോദരി സഹോദരന്മാരൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം. സ്വസ്ഥമായിട്ടിരുന്നിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്നൊരു വേദപുസ്തകം വായിക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ലായിരിക്കാം. പക്ഷെ അവിടെയും നല്ലൊരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടെ നമ്മൾ റാഡിക്കൽ ഫെയ്ത്തിനെ കുറിച്ചല്ല ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നത്. അസാധാരണമായ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ ഇപ്പോൾ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജോയൽ ഓസ്റ്റിൻ്റെ പിതാവ് ജോൺ ഓസ്റ്റീൻ 1994 എൻ്റെ ഓർമ്മ, 3-ഓ 4-ഓ ന്യൂഡൽഹിയിലെ ടൽക്കറ്റോറ സ്റ്റേഡിയത്തിൽ അദ്ദേഹം വരുമ്പോൾ അതൊന്ന് ആ മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. There were times in my life where I could not even buy a sandwich. ഒരു സാൻഡ്വിച്ച് പോലും മേടിച്ച് കഴിക്കാൻ പൈസ ഇല്ലാതിരുന്ന കാലങ്ങളിലൂടെ അദ്ദേഹം പോയി. തിയേറ്ററുകളിലൊക്കെ നമ്മളിവിടെ കപ്പലണ്ടി വിൽക്കുന്ന പോലെ പോപ്കോണോ അങ്ങനെ എന്തൊക്കെയോ വിറ്റ് നടന്ന കാലങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ LIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ വർക്ക് ചെയ്ത കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം വലിയൊരു ദൈവദാസനായി മാറി ലോകരാജ്യങ്ങളിൽ ക്രൂസൈഡുകൾ നടത്തി നിരവധി സഭകൾ പ്ലാൻ ചെയ്യുവാൻ പുറകിൽ നിന്നും അങ്ങനെ ആയിരക്കണക്കിന് പേരെ കർത്താവിലേക്ക് നയിക്കുകയും വലിയ മിറക്കിൾസൊക്കെ നടക്കാൻ ഇടയായത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരും മുൻ തലമുറക്കാരൊക്കെ എന്ത് കോട്ടൺ ഫാമേഴ്സ് എന്തൊക്കെയായിരുന്നു. വളരെ വല്ലാത്തൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ദൈവം കൊണ്ടുവന്നു. ഇതുപോലെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ ഒത്തിരി പേരുടെ കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ കഥകൾ ഇതുപോലെ വന്ന് അത് കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനേകർക്ക് അത് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇറ്റ്സ് എ മോട്ടിവേഷണൽ തിങ്. ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിച്ചവരാണ്. ഒരു വളരെ തികച്ചും നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ ജീവിച്ചവരാണ്. ഞാനൊരു വചനം തരട്ടെ, ഒന്ന് എഴുതി വെക്കണം, വായിക്കാൻ വേണം. Psalm 27 verse number 13, 27-ാം സങ്കീർത്തനം 13-ാമത്തെ വചനം. I remain confident of this. I will see the goodness of the Lord in the land of the living. ഇനി എൻ്റെ മലയാളം ഇഷ്ടമാണ്. മലയാളത്തിൽ പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമാണെന്ന് എൻ്റെ കാര്യം. അതായത് ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും. എൻ്റെ ആയുസ്സിൽ ഈ ജീവിച്ചിരിക്കുന്നവരുടെ മധ്യത്തിൽ ഈ തലമുറയിൽ ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം. എഴുതുന്നത് ദാവീദാണല്ലോ. 10-ാമത്തെ വചനത്തിലൊക്കെ പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും ദൈവമേ നീ എന്നെ ചേർത്തുകൊള്ളു. അപ്പം അതിനു മുമ്പ് പല കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കടന്നുപോയ കഥകൾ. തൻ്റെ മാതാപിതാക്കന്മാർ പോലും തന്നെ റെഫ്യൂസ് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് അദ്ദേഹം കയറി വന്നത്. അങ്ങനെ കയറി വന്നപ്പോൾ അദ്ദേഹം ചെറുപ്പകാലം മുതൽ ദൈവത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ്. ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഈ ഇളയ ആളെ വിട്ടേക്കുക. വീട്ടിൽ വലിയൊരു ഫങ്ഷൻ നടന്നാൽ പോലും അവനെ അറിയിക്കാറില്ല. കാരണം അവൻ പയ്യൻ, അവന് തിരിച്ചറിവില്ല, അവന് മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് പോലും അവനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞു. ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ ദാവീദിനെ വിളിക്കേണ്ട അവൻ കൊച്ചനല്ലേ, അവനെ ആരും ഗൗനിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പിന്നീട് പാട്ടുകൾ എഴുതി. ഈ പാട്ടിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുക, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എന്ന് വെച്ചാൽ അതുപോലുള്ള സാഹചര്യത്തിൽ സ്വന്തം ഭവനത്തിൽ താൻ ആക്സെപ്റ്റഡ് അല്ലായിരുന്നു.
തനിക്കൊരു വിലയും നിലയുമില്ലായിരുന്നു. എന്നിട്ടും അവൻ്റെ നോട്ടം തൻ്റെ പിതാവായ ഇശായിയിലേക്കോ തൻ്റെ അമ്മയിലേക്കോ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഏലി പട്ടാളക്കാരാണ്, മിലിറ്ററിയിലാണ്, അവരിലേക്കൊന്നുമില്ല. അവൻ നേരെ ദൈവത്തിലേക്ക് നോക്കി. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ 121 സങ്കീർത്തനത്തിൽ അദ്ദേഹം അത് എഴുതി വെച്ചു. സോ ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ ആണ്, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെയാണ് താൻ ജീവിച്ചു വന്നത്. കൊറോണ എല്ലായിടത്തൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒത്തിരി സൂം മീറ്റിംഗ് നടക്കുമായിരുന്നല്ലോ. ഇന്നുമുണ്ട്, പക്ഷേ ആ സമയത്ത് വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒത്തിരി സൂം മീറ്റിങ്ങുകൾ നടക്കും. പാസ്റ്റേഴ്സിൻ്റെ സൂം മീറ്റിങ്ങുകൾ ഒത്തിരി നടക്കും. അപ്പോൾ ചിലതിലൊക്കെ ഞാനും പങ്കെടുത്ത സമയത്ത് ചിലർ എന്നോടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആർക്കും പുറത്തിറങ്ങാൻ സാധ്യമല്ല, ലോക്ക്ഡൗൺ ആണ്, നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, എല്ലായിടങ്ങളിലും സകലരും വീട്ടിൽ കയറിയിരിക്കുക, ഭക്ഷണം തീർന്ന നാളെ എന്താകും ഒന്നും അറിയില്ല, ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു സൂം മീറ്റിങ്ങിൽ വളരെ ശക്തമായി അതിൽ കൂടിയിരുന്ന ദൈവദാസന്മാരോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അതിനിടയ്ക്ക് കുറേ ഡേറ്റ എല്ലാം അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തു, ശരിക്കുള്ള ഡേറ്റ കളക്ട് ചെയ്തു. എനിക്ക് മനസ്സിലായി ആ സമയത്തും ലോക്ക്ഡൗണിലായിരിക്കുമ്പോഴും ദൈവം അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും പല ദൈവദാസന്മാരുമായി സംസാരിച്ചു. ആ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നതെല്ലാം കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്തു. മീറ്റിങ്ങിന് ശേഷം ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണോ വിളിക്കുകയാണോ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് പോസിറ്റീവായ ഒരു കാര്യം ഒരാളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു? ആ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നു, എല്ലാ ആഴ്ചയിലും ഒന്നെന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും വന്നിട്ട് ഇത് ഭയങ്കരമായൊരു ന്യായവിധിയാണെന്നും ലോകം തീരുകയാണെന്നും സഭകളെല്ലാം ഇനി തുറക്കുന്ന കാര്യമില്ല, ഇനി ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കേണ്ടി വരും, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം സംഘടിപ്പിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 6 മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് പോസിറ്റീവായി സംസാരിക്കുന്നത് കേട്ടെന്ന് ഒരാൾ. അതിൻ്റെ അർത്ഥം ഒരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ നമ്മളതിന് അടിമപ്പെട്ട് നെഗറ്റീവായി വിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് അയ്യോ ഭാവത്തിലൊന്നും സംസാരിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം സിംഹാസനത്തിലിരിക്കുന്നിടത്തോളം നമ്മൾ അവിശ്വാസം പറയുന്നത് അവനിഷ്ടമല്ല. ഭർത്താവ് കുടിയനായിരിക്കാം, എങ്കിലും അതിന് മധ്യത്തിൽ ദൈവത്തെ ചൊല്ലി ദൈവത്തിൽ ആശ്രയിച്ച് നല്ലതങ്ങ് പറയണം. ദൈവം എൻ്റെ അവസ്ഥ മാറ്റും. ദൈവം എൻ്റെ ഭർത്താവിനൊരു ദൈവദാസനാക്കി മാറ്റും. പറയണം, വിശ്വാസത്താൽ പറയണം. എൻ്റെ ഭർത്താവ് ഇന്ന് മദ്യപാനിയും കുടിയുമായ എൻ്റെ ഭർത്താവിനെ നാളൊരു ഭക്തനാക്കി ദൈവം മാറ്റും. ദൈവത്തിന് പ്രയോജനമുള്ളൊരു പാത്രമാക്കി മാറ്റും. ഇന്ന് തലതിരിഞ്ഞ് ഒട്ടുമനുസരിക്കാതെ നടക്കുന്ന എൻ്റെ മകൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായി മാറും എന്ന് അമ്മമാർ വാഗൊണ്ട് പറയണം. എന്തെങ്കിലും കാണുമ്പോൾ അതല്ല വിളിച്ചു പറയേണ്ടത്. നീ കാണാൻ ആഗ്രഹിക്കുന്നോ അത് വേണം വിളിച്ചു പറയാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? വിശ്വാസത്തിൻ്റെ ചില വാക്കുകൾ പറയുമ്പോൾ, പ്രത്യാശയുടെ ചില വാക്കുകൾ പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ചില വാക്കുകൾ പറയുമ്പോൾ ഏഞ്ചൽസ് ആക്ടിവേറ്റഡ് ആവും. ഞാനൊരു ദൈവിക വെളിപ്പാടല്ല പറയുന്നത്. വാ കൊണ്ട് ദൈവവചനം പറയുമ്പോൾ, വാ കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ദൈവദൂതന്മാർ മൂവ് ചെയ്യാൻ തുടങ്ങും നിനക്ക് വേണ്ടി. അതല്ലാതെ എന്നും ദൈവമേ എങ്ങനെയാണ്, കെട്ടിവന്ന കാലം മുതൽ ഇതാണ് എൻ്റെ കഷ്ടത, ഇതിങ്ങനെയേ തീരുള്ളൂ, ഞാൻ ശവപ്പെട്ടിയിൽ കയറുന്നത് വരെ എന്നും എൻ്റെ ദുരിതം ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാരും പിതാക്കന്മാരും മക്കളും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. എൻ്റെ അപ്പൻ ഇങ്ങനെയാണെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെയാണെങ്കിലും
ദാവീദ് അതല്ല പറഞ്ഞത്. 27-ാം സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ ദാവീദ് പറയുന്നത്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെ, പക്ഷേ ദൈവം നീ എന്നെ ചേർത്തുകൊള്ളും, നീ എന്നെ കൈവിടില്ലെന്നല്ലേ പറഞ്ഞേ. ചിലർ പറയും ദൈവം പോലും എന്നെ കൈവിട്ടു. ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതുണ്ട്. എബ്രായ ലേഖനം 13 എഴുതി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 13:5, 8 എടുത്ത് ചേർത്ത് വായിച്ചു നോക്കുക. ഒന്ന്, യേശുക്രിസ്തുവിന് ഒരു മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത ആള് പറയാണ്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. വർഷങ്ങൾക്ക് ഒരു ചർച്ച് ഗ്രോത്ത് കോൺഫറൻസിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി UK പോയപ്പോൾ, അവിടെ UK അറിയാലോ, പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിശ്വാസികൾ പലരും സഭകളിൽ പോകാതെ പ്രായമുള്ളവർ മാത്രം പോകുന്നു. അങ്ങനെ പള്ളികൾ വിറ്റു. പള്ളികൾ ചിലത് ബാറുകളായി, മറ്റ് ആരാധനകൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായി, ക്ലബ് ഹൗസുകളൊക്കെ ആയി മാറി. ഞാൻ പോയി കണ്ടതാണ്. എന്നാൽ ഈ ചർച്ച് ഗ്രോത്ത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് പല വിവരശേഖരണങ്ങൾ നടത്തിയപ്പോൾ യൂറോപ്പിലുള്ള ദൈവത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, അന്ന് പണ്ടത്തെ അല്ല, സ്മിത്ത് വിഗിൾസ്വർത്ത് ഉണ്ടായപ്പോൾ ഉള്ള കാര്യമല്ല, ഇവാൻ റോബർട്ട്സ് ഉണ്ടായ കാലത്തെ കാര്യമല്ല, ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മൂവിനെക്കുറിച്ചും, എത്ര പേർ രക്ഷിക്കപ്പെടുന്നു, എത്ര സഭകളുണ്ട്, സഭാ വളർച്ചയെക്കുറിച്ചൊക്കെ ഞാനൊരു റിസർച്ച് നടത്തി. എനിക്ക് മനസ്സിലായ ദൈവം യൂറോപ്പിൽ നിന്നും കൈ പിൻവലിച്ചിട്ടില്ല. ഞാൻ ആ കോൺഫറൻസിൽ ചെന്ന് അവിടെ ഞാനിത് ഈ ഫാക്റ്റൊക്കെ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ യൂറോപ്പിൽ ഇന്ത്യക്കാരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അവിടെ ഈ കോൺഫറൻസിൽ. ഇത് കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് നിന്ന് പറയാം, അപ്പം യൂറോപ്പിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ, അപ്പം യൂറോപ്പിനെ ദൈവം കൈവിട്ടിട്ടില്ലല്ലേ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ള ആളുകൾ പോലും വിചാരിക്കുന്നത് ദൈവം യൂറോപ്പിനെ കൈവിട്ടു, പരിശുദ്ധാത്മ അവിടെ പ്രവർത്തിക്കുന്നില്ല, എല്ലായിടത്തും മറ്റ് മതങ്ങൾ വളർന്നു, ക്രിസ്ത്യാനിത്വം താഴെ പോയി, സഭകൾ ആളില്ല, വളരുന്നില്ല, ഇതൊക്കെ അവർ ചിന്തിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ഒരു വർഷം ഇത്ര ലക്ഷം പേർ കർത്താവിലേക്ക് പുതുതായി വരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടായി. അയ്യോ, ദൈവം യൂറോപ്പിന് ഇതുവരെ കൈവിട്ടിട്ടില്ല, ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഞങ്ങളുടെ സഭകളെ കൈവിട്ടിട്ടില്ല. ഇപ്പോഴവിടെ അത് നടക്കുന്നുണ്ട്. അതവർക്ക് മനസ്സിലായി. അതൊന്ന് കേൾക്കുന്നത് തന്നെ എത്ര വലിയ ഒരു ഉന്മേഷമാണ് നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, കുറേ പേര് എയർപോർട്ടിലിരിക്കുക, ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലായിപ്പോയി. ഇനി ഇത്ര ദിവസങ്ങൾ കഴിയാതെ എയർപോർട്ട് ഓപ്പൺ ആവില്ല, അല്ലെങ്കിൽ ഇനി നാട്ടിലേക്കുള്ള പോക്ക് വളരെ ദുസ്സഹമാണ്, നടക്കുമോ എന്ന് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കുറേയധികം ഒരു 10,000 പേരവിടെ എയർപോർട്ടിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്, ഗുഡ് ന്യൂസ്, ഒരു സ്പെഷ്യൽ വിമാനം അടുത്ത 1 മണിക്കൂറിനകം ഈ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന രാജ്യത്തേക്ക് പോകുന്ന താല്പര്യമുള്ളവർക്ക് കയറാം. ആ സമയത്ത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം എന്താ? ഒരു പ്രതീക്ഷയും ഇല്ലാതെ എയർപോർട്ടിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് കിടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അനൗൺസ്മെന്റ് വരുന്നത്. ഇതുപോലെയാണ് ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ ഒരു അനൗൺസ്മെന്റ്, ഇല്ല ദൈവമുണ്ട്, ഇല്ല ദൈവം കൈവിടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം വിശ്വസിക്കരുത്, സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് വിശ്വസിക്കരുത്, ഫേസ്ബുക്കിൽ കാണുന്നതും ട്വിറ്ററിൽ കേൾക്കുന്നതും വാട്സാപ്പിൽ വരുന്നതും ഫോർവേഡ് ചെയ്ത് വരുന്നത് എല്ലാം വിശ്വസിക്കരുത്. സ്ക്രീൻ ചെയ്യണം, സെൻസർ ചെയ്യണം. നെഗറ്റീവായ കാര്യങ്ങൾ വിശ്വസിക്കരുത്, റിജക്റ്റ് ചെയ്യണം. ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പാണോ തൊട്ട് ശേഷമാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഒരു പ്രവാചകൻ വന്ന് എന്നോട് പ്രവചിക്കുകയാണ്. ദേവദാസി, ഉദ്ദേശിക്കുന്ന ക്ഷമാ സിസ്റ്ററെ, ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോകും, അതും 2-3 വർഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകും.
കല്യാണം കഴിഞ്ഞോ അതിന് തൊട്ട് മുമ്പോ അറിയില്ല. ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? അയ്യോ, പ്രവാചകനല്ലേ പറഞ്ഞത്, ഇപ്പോൾ തന്നെ സമർപ്പിച്ചേക്കാം. കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ ക്ഷമാശിഷ്ടം അങ്ങ് എടുത്തു എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കർത്താവാണ് തന്നതെങ്കിൽ അത് വാഹനാപകടത്തിൽ മരിക്കാനല്ലല്ലോ. അതെനിക്ക് എൻ്റെ ലോജിക്കിന് നിരക്കുന്നില്ല. ഞാൻ ആ പ്രവചനത്തെ ക്യാൻസൽ ചെയ്തു. എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നല്ല. പല പ്രവാചകന്മാരും ചില വ്യക്തികളുടെ അടുക്കൽ, ചില കൂട്ടായ്മയിലേക്ക് വന്നിട്ട് പറയും, ഞാനിതാ മരണം കാണും, നീ മരിച്ചു പോകും, വീട്ടിലിതാ ശവപ്പെട്ടികൾ കാണും. ഇതൊക്കെ പ്രവചിച്ച് ജനം ഭീതിയിലായി നെഗറ്റീവായി ചിന്തിച്ച് പിന്നെ കാണുന്നതെല്ലാം ഭയമാണ്. പിന്നെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അതിനെ ഉറപ്പിക്കുന്നതാണ്. പിന്നെ അതേ കാണും, കാരണം ഇതകത്ത് കിടക്കുന്നതുകൊണ്ട് പിന്നെ സ്വപ്നം അതേ കാണും. മരിക്കുന്നു, വാഹനാപകടത്തിൽ മരിക്കുന്നു, ആംബുലൻസ് വരുന്നു, സൈറൺ മുഴങ്ങുന്നു, റെഡ് ലൈറ്റ് കത്തുന്നു, ഇതേ പിന്നെ സ്വപ്നത്തിൽ കാണും. നെഗറ്റീവായി വരുന്നതിനെ അവിടെ വെച്ച് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഞാൻ ക്യാൻസൽ ചെയ്തു. 10-25 കൊല്ലം ആകാൻ പോകുന്നു. ക്ഷമാശിഷ്ടം ഇതുവരെ മരിച്ചില്ല. ദൈവകൃപയാൽ ശക്തിയോടെ ശുശ്രൂഷിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നെഗറ്റീവായൊരു പ്രവചനം, നെഗറ്റീവായൊരു വാർത്ത വന്നാൽ അവിടെ വെച്ച് തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് മുന്നിലേക്ക് പോകുക. നെഗറ്റീവ് റിപ്പോർട്ടുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വീക്കൻ ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, റിപ്പോർട്ടുകൾ, ന്യൂസ്, പ്രവചനം വരുന്നത് വചനം പറയുന്നതനുസരിച്ച് നമ്മുടെ പ്രബോധനത്തിനായി, ആത്മീയ വർധനയ്ക്കായി, ആശ്വാസത്തിനായി, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. അല്ലാത്ത പ്രവചനങ്ങളെ നമ്മൾ ക്യാൻസൽ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, റെഫ്യൂസ് ചെയ്യുക. ഈ പ്രവചിച്ചയാൾ വർഷങ്ങൾക്ക് ശേഷം ബ്ലെസ്സിംഗ് ടുഡേയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നു. ഇപ്പം ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വന്ന ഞാൻ പഴയതൊന്നും ഉള്ളിൽ വെച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായം കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം മനുഷ്യരെ പിശാചും ഉപയോഗിക്കുക. അതിന് ദൈവത്തിൽ നിന്ന് വന്ന പ്രവചനമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പല പ്രവാചകന്മാരും പലതും പ്രവചിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ ട്രാപ്പിലായിട്ടുള്ള അനുഭവങ്ങൾ കാണും. പല പ്രവാചകന്മാരും നെഗറ്റീവായത് പ്രവചിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടാകണമെന്നില്ല. പകരം പലപ്പോഴും അവർ പ്രവചിക്കുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പേടിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അയാളെ തന്നെ വിളിക്കും. ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴും അദ്ദേഹത്തിന് അത് ലാഭമാണ്. എന്തെങ്കിലുമൊക്കെ സ്വത്ര കാഴ്ച കൊടുക്കുമല്ലോ. ഇതിനൊക്കെ വേണ്ടിയാണ് പലരും ചെയ്യുന്നത്. ഈ ട്രാപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള പ്രവചന ദൂതുകളും ശബ്ദങ്ങളുമായി പലരും വരുന്നു. എത്രയോ ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇന്നയാൾ ഇന്നത് പ്രവചിച്ചു, ഭർത്താവിന് ഇന്നത് സംഭവിക്കും, മകൾക്ക് ഇന്നത് സംഭവിക്കും, മകൻ ഇന്നത് സംഭവിക്കും. അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, മർക്കോസ് 4:24, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. 1-2 വചനങ്ങൾ കൂടെ തന്നോട്ടെ. സദൃശ്യവാക്യങ്ങൾ 18:21. The tongue has the power of life and death, and those who love it will eat its fruit. ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നാവിലാണ് ഇരിക്കുന്നത്. നാം നാവ് കൊണ്ട് പറയുന്നതിൽ ജീവനോ മരണമോ പുറത്തേക്ക് വരാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-37 വായിക്കുമ്പോൾ, I tell you that everyone will have to give account on the day of judgment for every empty word they have spoken. For by your words you will be acquitted, and by your words you will be condemned. മനുഷ്യർ പറയുന്ന ഏതൊരു നിസ്സാര കാര്യത്തിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം നമ്മുടെ വാക്കുകളാൽ നമ്മൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നു. നമ്മുടെ വാക്കുകൾ ശിക്ഷ വിധിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകളാൽ നമുക്ക് കുറ്റവിമുക്തരാക്കപ്പെടാം. ചില പ്രാർത്ഥനാ ശബ്ദങ്ങൾ, നമ്മുടെ ചില സംസാരങ്ങളിലൂടെ ദൈവം നമ്മളെ കുറ്റവിമുക്തരാക്കി വിടും. ഉദാഹരണത്തിന്, കർത്താവെ ക്ഷമിക്കണമേ, മാനസാന്തരപ്പെട്ട് പറയുന്ന പ്രാർത്ഥനകൾക്ക് അതിൽ നമ്മുടെ കുറ്റങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ഇതുവരെയുള്ള പാസ്റ്റ് ലൈഫിലുള്ള സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുകയാണ്. എന്നാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ ന്യായവിധിയിലേക്ക് പോവുകയാണ്. വളരെ മോശമായൊരു സാഹചര്യത്തിൽ, നെഗറ്റീവായൊരു സാഹചര്യത്തിൽ
പോസിറ്റീവായി ജീവിക്കുവാനുള്ളൊരു വെല്ലുവിളിയാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ ഇൻക്രിമെൻ്റ് ഇല്ല, ഒരു പ്രൊമോഷൻ ഇല്ല, അവസ്ഥകൾക്കൊരു മാറ്റമില്ല. പലരും പ്രാർത്ഥിച്ചിട്ട് പറയുന്നു ഗതി പിടിക്കുകയില്ലെന്ന്. പിന്നെ പണ്ടൊക്കെ നോക്കിക്കാൻ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാള് ശരിയല്ല. പിന്നെ ചിലർ പറഞ്ഞിട്ട് ഈ വിവാഹ ബന്ധമേ ശരിയല്ല. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഇനി ആശയ്ക്കൊരു വകയുമില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എത്ര വലിയ നിരാശാജനകമായ സാഹചര്യത്തിലും ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരിയെ തിരുമിക്കെടുത്തിക്കളയാത്ത യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഇന്ന് തരികയാണ്. കണ്ണിൽ നോക്കി ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്, നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാവും, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവൻ കൈക്കൊള്ളുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രതീക്ഷയോടെ പോകാൻ കഴിയും. ബ്രദറെ, ഈ നിൽക്കുന്ന അങ്കിളുടെ പേര് ബാബു എന്നാണ്. തൻ്റെ ഭാര്യ ലീലാമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. ഈ ആൻറ്റി പറഞ്ഞത് അങ്കിളിന് 2015 തൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ച് വീർക്കാൻ തുടങ്ങി. വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചികിത്സക്കായി പോയി. അവിടെ ചെന്നപ്പോൾ ചെക്കപ്പ് നടത്തിയപ്പോൾ തൻ്റെ മറ്റു ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു, തൈറോയ്ഡ് ഹൈ ആയിരുന്നു, അത് മാത്രമല്ല കിഡ്നി സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ശരീരത്തിൽ നീരുണ്ടായിരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ വയറ് വീർത്ത് വരും. ശരീരം നീര് വെച്ച് വണ്ണം വെക്കല്ല, വയറും വീർത്ത് വരുമായിരുന്നു. ആൻറ്റി പറഞ്ഞത് ഒത്തിരി ടെസ്റ്റുകൾ നടത്തി, വയറ്റിൽ നിന്ന് വെള്ളമെല്ലാം കുത്തിയെടുത്തു. അതൊക്കെ പരിശോധിച്ചു. അവസാനം പറഞ്ഞത് കുറച്ച് ഗുളികകൾ അധികം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചിട്ട് നോക്കാം എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ നീണ്ട 6 എന്നിട്ടൊരു കുറവുണ്ടായിരുന്നില്ലെന്ന് ആൻറ്റി പറഞ്ഞു. നീണ്ട 6 മാസത്തോളം തന്നെ അങ്ങനെ മരുന്ന് കഴിച്ചു. ഒരു പ്രത്യേകമായ രീതിയിൽ പോയി, വളരെ ബുദ്ധിമുട്ടിയാണ് പോയത്. പക്ഷെ ഇതിനിടയിൽ 6 മാസത്തിന് ശേഷം, ഇത് നടക്കുന്നത് 2015 ജനുവരി മാസത്തിലാണ് ശരീരം നീര് വെച്ച് വീർക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം 6ാമത്തെ മാസം എന്ന് പറയുമ്പോൾ ജൂണിലാണെന്ന് തോന്നുന്നു. ആ സമയമായപ്പോഴേക്കും TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്കിളിനെ എണീക്കാനൊന്നും വയ്യ. TVയുടെ മുമ്പിൽ കസേരയിൽ അങ്കിൾ ഇരിക്കുമ്പോൾ ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് TV ഓൺ ചെയ്ത് വെച്ച്, നമ്മുടെ പ്രെയർ ഓൺ ചെയ്ത് വെച്ചിട്ട് ആൻറ്റി അടുക്കളയിലേക്ക് പോയി. ആ സമയത്താണ് ഡാമിയൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആൻറ്റി അടുക്കളയിൽ നിന്ന് ഓടി വന്നു. അപ്പോൾ അങ്കിൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉടനെ ആൻറ്റി ഓടി വന്നിട്ട് അങ്കിളിൻ്റെ അരികിൽ ഇരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത്, ശരീരത്ത് നീരുള്ള, അത് അപ്പോൾ തന്നെ വയർ വീഴ്ത്തിരിക്കുന്ന ഒരാളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റി വിശ്വാസത്താൽ TV സ്ക്രീനിൽ കൊണ്ട് ഒരു കൈ വെച്ചു, മറ്റേ കൈയെടുത്ത് അങ്കിളുടെ മേലും വെച്ചു. അപ്പോൾ ആൻറ്റി പറയുന്നത് എന്തോ കറണ്ട് അടിക്കുന്ന മാതിരി ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ആൻറ്റി പറയുന്നത് പിന്നീട് നീര് കുറേശ്ശെ കുറഞ്ഞു വരാൻ തുടങ്ങി. വയറിൻ്റെ ഈ വീർത്തിരിക്കുന്ന അവസ്ഥകൾ കുറച്ച് കുറഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ ഇവർ നേരെ ഡോക്ടറുടെ അടുക്കൽ പോയി ഹോസ്പിറ്റൽ ചെക്കപ്പ് നടത്തിയപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യും, തൈറോയ്ഡ് ചെക്ക് ചെയ്യും, പിന്നെ യൂറിൻ ചെക്ക് ചെയ്യും, ആൽബുമിൻ ചെക്ക് ചെയ്യും. എല്ലാത്തിൻ്റെ റിപ്പോർട്ടുകൾ നേരെ എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ചെക്കപ്പ് നടത്തിയപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും നോർമലായിരുന്നു, യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് ഡാമിയൻ ബ്രദറിന്റെ അരികിൽ ഈ അങ്കിൾ നിൽക്കുന്നത്. അബ്നോർമലായ എല്ലാ റിസൾട്ടുകളെയും കർത്താവ് നോർമലാക്കി മാറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാണുന്ന പലരുടെയും ഇനി മുതൽ അങ്ങോട്ടുള്ള ബ്ലഡ് വർക്കുകൾ, അതിൻ്റെ റിസൾട്ടുകൾ പലതും നോർമലാകാൻ പോകണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി, കണ്ണുനീരിന് മറുപടി കൊടുത്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. വലിയ പ്രത്യാശ ഉണ്ടാകട്ടെ. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും പ്രത്യാശ ഉയർത്തിപ്പിടിക്കാൻ, വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. അവരുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
ഇന്ന് വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് നേരിട്ട് കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ വന്ന് ഹീലിംഗ് ക്രൂസൈഡിൽ പങ്കെടുക്കാം, സൂമിൽ പങ്കെടുക്കാം, സോഷ്യൽ മീഡിയയിൽ പങ്കെടുക്കാം, യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ പങ്കെടുക്കാം. മറ്റുള്ളവരോട് പറയണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.